ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഓർഡിനറി സീരീസ് കണ്ടു. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ അതിൻ്റെ പുറമെ സ്ക്വയർ സീരീസ് കണ്ടു, ക്യൂബിക് സീരീസ് കണ്ടു. ഇനി അടുത്തത് നമ്മൾ മിക്സഡ് സീരീസാണ്. അതായത് ഇതിലേതും എല്ലാം മിക്സ് ചെയ്തിട്ട് വരാം. ഇപ്പം തന്നെ നമ്മൾ കണ്ടതിൽ സ്ക്വയർ പ്ലസ് വന്നിട്ടുണ്ട്, സ്ക്വയർ മൈനസ് വന്നിട്ടുണ്ട്. അതേപോലെ ക്യൂബിക് പ്ലസ് വന്നിട്ടുണ്ട്, ക്യൂബിൻ്റെ കൂടെ പ്ലസ്, ക്യൂബിൻ്റെ മൈനസ്. അതേപോലെ ഇനിയിപ്പോൾ വരാം നമ്മൾ ഉദ്ദേശിക്കുന്ന നോക്കുന്നത് മിക്സഡ് സീരീസാണ്. എല്ലാ പ്ലസോ മൈനസോ ഇൻറ്റോ ഡിവിഷനോ ഒക്കെ വരാം. അപ്പം നമ്മൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5, 9, 4, 8, 23, 8, 3, 7 എക്സെട്ര. ഇതാണ് നമ്മളെ സീരീസ്. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 5, 2, 4, 3. 5, 9, 4, 8, 3, 7. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നമുക്ക് കാണാൻ കഴിയുമോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. 5ഉം 9ഉം, പിന്നെ 4, പിന്നെ 8, പിന്നെ 3, പിന്നെ 7. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിടവിട്ട നമ്പേഴ്സ് എടുത്ത് നോക്കുക. അപ്പം ഞാനിവിടെ വയ്ക്കുകയാണ്. 5 കഴിഞ്ഞിട്ട് ഇവിടെ 4, 4 കഴിഞ്ഞിട്ട് ഇവിടെ 3. അപ്പോൾ ഇവിടെ ഒറ്റ നമ്പേഴ്സ്. 5ൻ്റെ ബാക്കിൽ 4, 4ൻ്റെ ബാക്കിൽ 3. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്തത് ഇവിടെ 5, 4, 3, 2 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി. ഇവിടെയാണെങ്കിൽ 9, 8, 7. അപ്പോൾ ഇനി അടുത്ത് വരേണ്ടതാണ് 6. അപ്പോൾ നമ്മൾ ഓരോ നമ്പേഴ്സ് ഇടവിട്ടുള്ള സീരീസാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. 7, 8, 10, 5, 13. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ തിങ്കിങ് ആണ് കൂടുതൽ, ലോജിക്കൽ തിങ്കിങ് ആണ് കൂടുതൽ. ചിലപ്പോൾ ഒന്നിടവിട്ടാവാം, ചിലപ്പോൾ 2 കഴിഞ്ഞിട്ടാവാം ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സീരീസ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. നമുക്കിതിൽ ഓപ്ഷൻസ് എ 3, 2, സി 12, ഡി 15. ഇതാണ് നമ്മളെ ഓപ്ഷൻസ്. 7, 8, 10, 5, 13. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് ഒന്നിടവിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ. 7 കഴിഞ്ഞ് 8, പിന്നെ 10, പിന്നെ വേറെ ഒരു വലിയ നമ്പറാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു കൂട്ടി വരുന്ന സങ്കലനത്തിൻ്റെ സീരീസാന്ന് പറയാം. അപ്പോൾ അങ്ങനെയല്ല, 7, 8, 10 കഴിഞ്ഞിട്ട് ഒരു കുറവ് ചെറിയ നമ്പറാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആ സങ്കലന സീരീസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വ്യവകലനാണോ മൈനസ് ആണോ അതും അല്ല. അപ്പോൾ നമുക്ക് ഒന്നിടവിട്ടതാണോ നോക്കാം. ഇത് റിലേഷൻ ഉണ്ടോ നോക്കാം. 7, 10, 7ഉം 3ഉം 10. പിന്നെ അടുത്തത് 13, 7ഉം 3ഉം 10, 10ഉം 3ഉം 13. അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ 7, ഇവിടെ 10, ഇവിടെ 13, ഇവിടെയാണെങ്കിൽ 8, 5 ഡാഷ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 + 3, ഇവിടെയും +3. താഴെയാണെങ്കിൽ ഇത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. 8, 5, 8 - 3 ആണ് 5. അപ്പോൾ ഇനി അടുത്തത് എത്രയായിരിക്കും? 5 - 3. 5 - 3 എത്രയാണ്? ഉത്തരം ബി 2. നമ്മളെ ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒന്നിടവിട്ട സീരീസാണ് ഇതെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം ബി എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3, 6, 9, 18, 27, 54. ഇതാണ് നമ്മുടെ സീരീസ്. ഓപ്ഷൻസ് 81, 69, 63, 57. ഇതാണ് നമ്മളെ ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. 3, 6, 9, 18. 3, 3, 6, 6, 3, 9. അപ്പോൾ പ്ലസ് ആണ് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ പക്ഷേ 9 കഴിഞ്ഞ് പിന്നെ ഇവിടെ 18 വരുന്നത്. അപ്പോൾ 9 9 18, പിന്നെ 18 9 27, പക്ഷേ 27 9 അല്ല 54. അപ്പോൾ എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഒന്നിടവിട്ടതാണോ എന്ന് നോക്കാം. ഒന്നിടവിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 6 9 18 27 54 ഒന്നിടവിട്ടുള്ള റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 3 9 9 27, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 3 × 3 ആണ് 9, 9 × 3 ആണ് 27. അപ്പോൾ ഒരു റിലേഷൻ കിട്ടി. ഇവിടെയാണെങ്കിൽ 6 18 54, 6 × 3 18, 18 × 3 54. അപ്പോൾ ഓക്കെ, നമ്മളെ റിലേഷൻ എന്താണ്? × 3. ഒരു നമ്പറിന് ഇപ്പുറത്തുള്ള നമ്പറിന് × 3 ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടേണ്ടത് 27 × 3. 27 × 3 നമ്മളെ ഉത്തരം എ 81. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട സീരീസ് ഒരുപാടെണ്ണം എക്സാമിന് വരുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കും. 1 2 3 5 8 13 ഡാഷ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് 18 21 20 19. ഇതാണ് നമ്മളെ ഓപ്ഷൻസ്. 1 2 3 5 8 13. അപ്പോൾ 1 2 3 5 8 അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റിലേഷനൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് 1 2 3 1 ഇടവിട്ട് നോക്കാം. നമുക്ക് ആദ്യം 1 2 3 5 8 13. എന്താണ് റിലേഷൻ? 1 കഴിഞ്ഞ് 3 3 കഴിഞ്ഞ് 8 എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ നോക്കാം. 1 + 2 3 3 + 5 8 അങ്ങനെയാണ് വരുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ 2 5 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2 + 3 5 5 + 8 13. അപ്പോൾ നമ്മൾ ഒരു റിലേഷനും അങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരേ നമ്പർ വരുമ്പോഴല്ലേ അത് തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്നിടവിട്ട സീരീസ് അല്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആണോ നോക്കാം. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് വേറെ രീതിയിൽ നോക്കാം. 1 + 2 അതാണ് 3. 1 + 2 ആണ് 3. അടുത്ത നമ്പർ നോക്കാം. 2 + 3 ആണ് 5. ഈ നമ്പർ കിട്ടാൻ 3 + 5 ആണ് 8. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. 5 + 8 ആണ് 13. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്താവും? 8 + 13 = 21. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഇത്രയും നേരം ചെയ്തത് ഒന്നിടവിട്ടല്ലേ, അപ്പോൾ ഇത് അങ്ങനെയാണോ? അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, അത് തമ്മിലൊരു ബന്ധം കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വേറെ രീതിയിൽ ചിന്തിക്കുകയാണ്. 1 2 3. അപ്പോൾ 1 + 2 3, 2 + 3 5. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റായി. അങ്ങനെ നമ്മൾ ശരിക്കും തിങ്ക് ചെയ്തിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ തരത്തിലുള്ളതാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. 4 9 13 22 35 ഡാഷ്. അതിൽ ഓപ്ഷൻസ് 45 39 49 57. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. 4 13 35 ഒരു റിലേഷനും അവിടെ കാണുന്നില്ല. പിന്നെ 4 9 22 അങ്ങനെയും നോക്കിയാലും കാണുന്നില്ല. ഇനി നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ വല്ല റിലേഷനും ഉണ്ടോ നോക്കാം. 4 + 9 13 കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 9 + 13 നോക്കിയാലോ, അപ്പോൾ അത് 22. അതും ശരിയായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിലേഷൻ ഇതാണ്. തൊട്ട് മുന്നത്തെ 2 നമ്പേഴ്സ് കൂട്ടിയാൽ അടുത്ത നമ്പർ
കിട്ടും. അതാണ് നമുക്ക് ഈ 2 ക്വസ്റ്റ്യനിലും വരുന്ന റൂള്. തൊട്ട് മുന്നുള്ള 2 നമ്പർ കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 22 + 35 ചെയ്താൽ മതി. 22 + 35 എന്ന് പറഞ്ഞാൽ 57. നമ്മളെ ഉത്തരം ഓപ്ഷൻ ഡി.